നമ്മളിപ്പോൾ ഈ NS ഇറീഡിയം സ്പാർക്ക് പ്ലഗ് സെറ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ 2 കയ്യിൽ ഇരിപ്പുള്ളൂ, പക്ഷേ NS 3 സ്പാർക്ക് പ്ലഗ് ആണെന്ന് അറിയാലോ. സംഭവം നമ്മൾ ഇന്നലെ രാത്രി ഒരു സ്പാർക്ക് പ്ലഗ് ഇതിൻ്റെ എവിടെയോ വെച്ചോ പൊട്ടിത്തെറിച്ചായിരുന്നു. ഇതിന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പുതിയ സ്പാർക്ക് പ്ലഗ് വാങ്ങിക്കാൻ വേണ്ടി ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു പയ്യൻ്റെ നിന്ന് അത്യാവശ്യമായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഒരു സ്പാർക്ക് പ്ലഗ് നമ്മൾ ഇന്നലെ തന്നെ ഇട്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു നല്ല റേറ്റ് വരും. ഇത് അവൻ്റെ ഇരുന്ന പുതിയ സ്പാർക്ക് പ്ലഗ് വാങ്ങിച്ച് യൂസ് ചെയ്യാതെ നമ്മൾ നൈസിനിങ് വില കുറച്ച് തൂക്കിയതാണ്. ഇതിൻ്റെ ഒറിജിനലിനാണെങ്കിൽ വില വരുന്നതെന്ന് വെച്ചാൽ ഈ 495 ഒരു സ്പാർക്ക് പ്ലഗ് വലുതും, പിന്നെ ഈ ഒരു 700 എത്രേൻ്റെ സ്പാർക്ക് പ്ലഗ് ആണെന്ന് തോന്നുന്നു, 745 സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഇതെല്ലാം കൂടെ പുതിയ വാങ്ങിക്കാനാണെങ്കിൽ 10,000-2000 രൂപ ആവും. ഇപ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആണ് എടുത്തേക്കണം. സെക്കൻഡ് ഹാൻഡിൽ യൂസ് ചെയ്തിട്ടില്ല, പുതിയത് വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. നമ്മൾ 1500 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി കടയും തുറക്കാത്തതുകൊണ്ടാണ്. കടയൊക്കെ തുറന്നെങ്കിൽ നമ്മൾ 250 രൂപ സ്റ്റോക്ക് സ്പാർക്ക് പ്ലഗ് തന്നെ ഇതിൽ വാങ്ങിച്ചിട്ടേനെ. ഇപ്പോൾ എന്തായാലും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ ഇതല്ലാതെ നോർമൽ സ്പാർക്ക് പ്ലഗ് ആണെങ്കിൽ 3 സ്പാർക്ക് പ്ലഗിനോട് എനിക്ക് തോന്നുന്നു 500 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞേനെ. ഇതിൽ ഒരെണ്ണത്തിൽ തന്നെ 500 രൂപ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങിച്ചിടണമെന്നൊക്കെ നമുക്ക് ഇട്ട് യൂസ് ചെയ്തതിനു ശേഷം നോക്കാം. എന്തായാലും ഇപ്പോൾ ഈ NS മാത്രമേ ഇടുന്നുള്ളൂ. എൻ്റെ ഇതൊന്നും ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇല്ല, കാരണം ഇത് നല്ലൊരു എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം ഞാൻ ഇന്നലെ മാറ്റിയെന്ന് പറഞ്ഞല്ലോ, ഈ സൈഡിലാണ് മാറ്റിയത്. സംഭവം ഓടിക്കൊണ്ടുവന്നപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോയതാണ്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ പോയി, ഒരു ഹോൾ പോലും ഇല്ല. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും സ്പാർക്ക് പ്ലഗ് ഇല്ലാതെ സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്തൊക്കെയാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നത്. സ്പാർക്ക് പ്ലഗ് നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പുറത്തത് സെറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു, ഇതും സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് ഇതിൻ്റെ ടോപ്പിൽ ഒരെണ്ണമുണ്ട്, അതാണ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊരു ചെറിയ ഡൗട്ട്, കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഈ ടൂളെന്ന് വെച്ചാൽ നമ്മളെ സ്പാർക്ക് പ്ലഗ് സ്പാൻഡറാണ്. ഇത് നമ്മളെ വണ്ടിയുടെ ടൂൾ കിറ്റ് തന്നെ പറഞ്ഞതാണ്. നമുക്ക് ആദ്യം ഇത് ഊരാം, അഡാപ്റ്റർ. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ പവറൊക്കെ എന്തുമാത്രം കൂടുമെന്ന് എനിക്ക് ഒരിക്കലും അഷ്യൂർ ചെയ്യാൻ പറ്റില്ല, കാരണം പ്ലഗ് മാത്രമേ മാറുന്നുള്ളൂ. ഈ അഡാപ്റ്ററും കാര്യമൊക്കെ സെയിം ആണ്, ഒരുപാട് വ്യത്യാസമൊന്നും വരില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നമുക്ക് ഊരാം. ഈ സാധനം കൈ കൊണ്ടൊന്നും ചെന്ന് പിടിച്ചു കൊടുക്കരുത്, തിളച്ചിരിക്കുകയായിരിക്കും. ആണ് നമ്മുടെ പുതിയ ഇറീഡിയം സ്പാർക്ക് പ്ലഗ്. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ വെള്ളം അതിന് തൊടുന്നില്ല. ഇതാണ് നമ്മുടെ നോർമൽ സ്പാർക്ക് പ്ലഗ്. ഇത് നമ്മളുടെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഈ ഇറീഡിയം സ്പാർക്ക് പ്ലഗിലാണെങ്കിൽ നമ്മുടെ ഇവിടെ വരുന്ന ഈ ഒരു അകത്തിരിക്കുന്ന ഒരു ചെറിയ നീഡിൽ നിങ്ങൾ കണ്ടായിരിക്കും, അത് ഇറീഡിയം ആയിരിക്കും. ഇതിലാണെങ്കിൽ നോർമൽ മെറ്റലായിരിക്കും. പിന്നെ ഇതിൽ യൂസ് എന്ന് വെച്ചാൽ ഈ ഒരു സാധനം കട്ടി കുറച്ച് ഉള്ള ഇറീഡിയമാണ് വെച്ചേക്കുന്നത്. ഇത് കുറച്ച് തിക്കായിട്ട് വെച്ചിട്ടുണ്ട്. സംഭവം ഇത് ഇതേപോലെ ലൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഹീറ്റാവുന്ന സംഭവമാണ്. ഈ ഒരു സാധനം ഉരുകിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് സ്പാർക്കൊക്കെ കുറച്ചുകൂടെ ക്രിസ്പും ഷാർപ്പും ആയിരിക്കും ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ വയ്ക്കുമ്പോഴത്തേക്ക് വ്യത്യാസമൊന്നും വണ്ടിയിൽ തോന്നിയില്ലെങ്കിലും ലോങ് റണ്ണിൽ നല്ല എനിക്കൊരു വ്യത്യാസം തോന്നും, കാരണം ഈ ഒരു ഇറീഡിയം സ്പാർക്ക് പ്ലഗിന് ലൈഫ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഇതേപോലെ ഒരുപാട് കരി പിടിക്കില്ല. അപ്പോൾ ലോങ് റണ്ണിലാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു സാധനം ഒരേ പെർഫോമൻസ് തന്നെ ത്രൂ ഔട്ട് തന്നുകൊണ്ടിരിക്കും. പിന്നെ പവറിലൊക്കെ വ്യത്യാസം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2% വ്യത്യാസം വരും. അത് നിങ്ങൾക്ക് ഓട്ടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരുപാട് നാൾ ഓടുന്ന വണ്ടിയിലാണെങ്കിൽ അത് അറിയാൻ പറ്റും, കാരണം ഇതിൽ പ്രത്യേകിച്ച് ഡാമേജസ് ഒന്നും സംഭവിക്കില്ല. മൈലേജിലാണെങ്കിലും അങ്ങ് ഒരുപാടൊന്നും വ്യത്യാസം, 1-2 കിലോമീറ്റർ മാത്രം വ്യത്യാസം വരും. അത് നിങ്ങൾ ലോങ് ഒക്കെ പോകുന്ന നേരത്താണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് സ്പാർക്ക് പ്ലഗിന് 3 സ്പാർക്ക് പ്ലഗ് മാറാൻ വേണ്ടി 500 രൂപ ആവുമെങ്കിൽ ഇതിൽ ഒരെണ്ണത്തിന് തന്നെ 500 രൂപ ആവും. പിന്നെ ഒരു 3 സ്പാർക്ക് പ്ലഗ് വരും, അതെല്ലാം കൂടെ 10,000-2000 ആവും. എന്ന് വെച്ചാൽ 500-2000, ഒരു 4 മടങ്ങ് പ്രൈസ് ഈ ഒരു സാധനത്തിന് കൂടുതലാണ്. ഇതൊന്ന് ഇട്ടിട്ട് ബാക്കി പറയാം. ഈ മുകളിലത്തെ സ്പാർക്ക് പ്ലഗ് ഊരാനാണ് കുറച്ച് ടാസ്ക്. അത് ഊരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കടയിൽ തന്നെ കൊണ്ടുവേണ്ടി വരും. എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ ഒരു നാട്ടൊക്കെ കാണിക്കാം, പക്ഷെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നീതി പുലർത്തുന്ന ചാനലായതുകൊണ്ട് കിട്ടുന്ന പണിയൊക്കെ നമ്മൾ അതേ കണക്ക് തന്നെ കാണിക്കും. ഈ ഒരു സ്പാർക്ക് പ്ലഗ് സെറ്റ് ചെയ്യുന്ന നേരത്തെ ആദ്യത്തെ കുറച്ച് നമ്മൾ കൈ കൊണ്ട് കറക്കിയിട്ട് ത്രെഡൊക്കെ വീണതിന് ശേഷം പിന്നെ സ്പാൻഡറൊക്കെ ഇട്ട് പിടിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. അല്ലെങ്കിൽ ചിലപ്പോൾ ഷിപ്പൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ചെറിയൊരു ചാൻസ് നാം കാണുന്നുണ്ട്. ഈ ഒരു സ്പാർക്ക് പ്ലഗ് അഴിക്കാൻ വേണ്ടി നല്ല ടാസ്ക്കാണ്. അതിൻ്റെ ഒരു അഡാപ്റ്റർ ഊരി വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് അത് മാത്രം നമ്മൾ കടയിൽ കൊണ്ടുപോയി ചെറുതായിട്ടൊന്ന് മാറേണ്ടി വരും. അപ്പോൾ അവസാനത്തെ സ്പാർക്ക് പ്ലഗ് മാറാൻ വേണ്ടി നമ്മളിവിടെ അടുത്തുള്ള വിഷ്ണു വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇനി ഇത് മാറാൻ വേണ്ടി. വർക്ക്ഷോപ്പിൽ ചേട്ടൻ നല്ല രീതിക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാധനം മാത്രമേ ഇതിൽ മാറാൻ കുറച്ച് പാടായിട്ടുള്ളൂ. ഈ മുകളിലത്തെ സ്പാർക്ക് പ്ലഗ് മാറിയ ഇത് കാണുന്നില്ല, കാരണം ഇപ്പോൾ കണ്ടല്ലോ ഇത്രയും പാടാണ് ഈ ടോപ്പിൽ തയ്ച്ചെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് മാറുന്നവർ മിക്കുള്ളവരും സൈഡിലെടുത്ത് 2 മാറി വിടാറുള്ളൂ. ഇപ്പോൾ മാറണമെങ്കിൽ ഇതുകൂടെ മാറണം.
ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ആ ടോപ്പിലത്തെ മെയിൻ പ്ലഗൊക്കെ മാറിയിട്ട് വണ്ടി കൊണ്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇത് ഞാൻ തന്നെ ചെയ്തതൊക്കെ കാണിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് അയച്ച് തിരിച്ച് സെറ്റ് ചെയ്യാൻ നേരത്തായിരിക്കും പണി കിട്ടുന്നത്. ആ ടോപ്പിലയക്കാൻ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ മുമ്പേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം അടിക്കുന്നത്. അപ്പോൾ സ്ഥിരം അടിക്കുന്നവർക്കല്ലാതെ ആ ടോപ്പിലയക്കാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ അത് വല്ലപ്പോഴൊക്കെ മിക്കുള്ള സ്ഥലത്തും ഇത് കടയിൽ കൊടുക്കാൻ നേരത്ത് അമ്മ 2 സ്പാർക്ക് പ്ലഗ് മാത്രമേ മാറുള്ളൂ. ടോപ്പിലയക്കാൻ പാടായുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് എത്ര നാളായി മാറിയിട്ടൊന്നും എനിക്ക് അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അടിച്ച് സാധനം ഒടിഞ്ഞെല്ലാം അകത്തായി കഴിഞ്ഞാൽ പിന്നെ നല്ല പണിയാണ്. അയച്ചിറക്കി ലേറ്റി കൊടുത്തിട്ടൊക്കെ വേണം ആ ഒരു സാധനം ഊരിയെടുക്കാൻ വേണ്ടി. പിന്നെ പവർ ഡിഫറൻസിന് വേണ്ടി ഇനിയിപ്പോൾ എനിക്ക് ക്യാമറയിൽ നിന്ന് എടുത്ത് ചോടി കാണിക്കാനൊന്നും വയ്യ. അറിയാമല്ലോ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാണ് ആ ടോപ്പിൽ മാറിയത്. അപ്പോൾ 2-3 കിലോമീറ്റർ അടുപ്പിച്ച് ഞാൻ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. എനിക്ക് മാറിയിട്ട് അത്രയും ഒരു വില കൊടുത്തിട്ടുള്ള രീതിക്കുള്ള പവർ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ജസ്റ്റ് പഴയ സ്പാർക്ക് പ്ലഗ് മാറി പുതിയിട്ട് ആ ഡിഫറൻസ് മാത്രമേ എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളൂ. അഥവാ ഇതിട്ട് നിങ്ങൾക്ക് പവർ ഡിഫറൻസ് ഒക്കെ വരുന്നെങ്കിലും ഇപ്പം തന്നെ പുതിയ സ്പാർക്ക് പ്ലഗിലും ഇത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ വ്യത്യാസമൊന്നും വലുതായിട്ട് ചെറിയ രീതിക്ക് കാണും. ഇതെപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോങ് റണ്ണിലൊക്കെ ആണെങ്കിൽ ഇതിൽ കുറച്ചേ കരി പിടിക്കൂ. ഈ സ്പാർക്ക് പ്ലഗ് പെട്ടെന്ന് പാഴി പോവില്ല. അപ്പോൾ കുറേ നാൾ ഓടുമ്പോഴത്തേക്ക് ആ ഒരു മൈലേജിലെ വ്യത്യാസവും പവർ വ്യത്യാസമൊക്കെ മനസ്സിലാവും. പവർ വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1% 0.5% വല്ലതും വ്യത്യാസം കാണും. അത് നിങ്ങൾക്ക് ഓടിക്കുമ്പോഴത്തേക്ക് അത്ര മനസ്സിലാവുകയൊന്നുമില്ല. അത് അല്ല ടെസ്റ്റ് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത്രയും ഒരു വ്യത്യാസമൊക്കെ മനസ്സിലാവും. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി കൂടാമെന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കണം 5-10 കിലോമീറ്ററിന് കൂടുതൽ കൂടി ഇപ്പോൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കൂടും. അപ്പോൾ ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചിട്ട് ലോങ് ഓടാൻ നേരത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കിലോമീറ്റർ വ്യത്യാസം വരും. പിന്നെ ഈ NGK സ്പാർക്ക് പ്ലഗിനെ പറ്റി പൊക്കി അടിക്കാനോ താത്തി അടിക്കാനോ അതെൻ്റെ കമ്പനിയല്ല. എനിക്ക് അടുത്ത് വെച്ച് വൈരാഗ്യമൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് കാര്യം തന്നെ എന്തായാലും പറഞ്ഞു വിടുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഇറങ്ങിപ്പോവാതെ ലൈക്ക് കൂടെ ഒന്ന് അടിച്ചേക്കണം. ഇതുപോലത്തെ കൂടുതൽ കണ്ടൻസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ കമൻസിലൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുക്കാൻ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാ ലിങ്ക് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ബയോത്തിനടുത്തുണ്ട്. പറ്റുമെങ്കിൽ അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. എൻ്റെ